Hello everyone, welcome back to my channel. ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 27. ഇനി വെറും 3 ദിവസം ബാക്കി ഫെബ്രുവരി 1 യൂട്യൂബിൽ ഷോർട്സ് മോണിറ്റൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ ക്രിയേറ്റേഴ്സിന് അവരുടെ ഷോർട്സിൽ നിന്നും പൈസ ഉണ്ടാക്കി തുടങ്ങാനും. പക്ഷേ ഇപ്പോഴും പലരുടെയും മനസ്സിൽ ഷോർട്സ് മോണിറ്റൈസേഷനെ കുറിച്ചും അതുപോലെ ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ പല ഡൗട്ട്സുകളും ഉണ്ട്. അത്തരത്തിലുള്ള ഡൗട്ടാണ് ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുതിയതായിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യണോ അതോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചാനൽ അതിൽ ഞാൻ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഷോർട്സ് വീഡിയോസിനെയും പോസ്റ്റ് ചെയ്യണോ? വളരെ ജെന്യുവൻ ആയിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു ഡൗട്ടാണിത്. കാരണം ഇതിന്റെ പിന്നിലുള്ള ലോജിക്കും അതേപോലെയാണ്. ഷോർട്സ് പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഈ ഡൗട്ടിനെ വളരെ ലോജിക്കലായിട്ട് ക്ലിയർ ചെയ്യാൻ ഞാൻ ഈ വീഡിയോയോടെ ശ്രമിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഈ വീഡിയോ തുടങ്ങുന്നതിന് എക്സാമ്പിൾ ആയിട്ട് എന്റെ ഈ ചാനലിനെ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയെ തന്നെ എടുക്കാം. ഇത് ഏത് തരത്തിലുള്ള ചാനലാണ്? ഇതൊരു ടെക് ചാനലാണ്. ഇതിൽ യൂട്യൂബ് ട്യൂട്ടോറിയൽ ആണ് കൊടുക്കുന്നത്. ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം യൂട്യൂബ് ട്യൂട്ടോറിയൽസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു ലോങ് വീഡിയോസ് ആയിട്ട് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് ലോങ് ആയിപ്പോയി, ഓട്ടോമാറ്റിക്കലി അത് ലോങ് ആയിപ്പോകും. അത് ഷോർട്ടായിട്ട് നമുക്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലും ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്തരത്തിലുള്ള ഷോർട്ട് വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യും, ഏത് കാറ്റഗറിയിലുള്ള ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യും, അവിടെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ചാനലിൽ ഏത് കാറ്റഗറിയിലുള്ള ലോങ് വീഡിയോസ് ആണ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, അതേ കാറ്റഗറിയിൽ തന്നെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള ഷോർട്ട് വീഡിയോസ് അതിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഓഡിയൻസ് മിക്സ്ഡ് ഓഡിയൻസ് ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എൻ്റെ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ട്യൂട്ടോറിയലിന്റെ ചാനലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി നാളെ ഞാനിവിടെ ഒന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം, ഒരു ഷോർട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സും കുറേ വ്യൂസും കിട്ടിയെന്നാണ് വിചാരിക്കുക. അതിനുശേഷം പിന്നീട് ഞാൻ നോർമലായിട്ട് യൂട്യൂബ് ട്യൂട്ടോറിയൽസിന്റെ വീഡിയോസ് തന്നെ പോസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ ഓഡിയൻസ് ഓൾറെഡി മിക്സ്ഡ് ഓഡിയൻസ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ ഷോർട്ട് വീഡിയോയിൽ നിന്ന്, ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോയിൽ നിന്ന് എനിക്ക് ലഭിച്ച സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ആ ഓഡിയൻസ് അവരെൻ്റെ നോർമൽ യൂട്യൂബ് വീഡിയോസ് കാണത്തില്ല, അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടി അവർ ഡെഡ് ഓഡിയൻസ് ആയിട്ട് മാറും. അവർ ഓൾറെഡി ഡെഡ്. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എൻ്റെ ഈ ചാനലിൽ. അപ്പോൾ എനിക്കിതിൽ നിന്ന് നിങ്ങളോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ചാനൽ, നിങ്ങളിപ്പോൾ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ചാനൽ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് അത് നിങ്ങൾക്കറിയാം. അതിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ആലോചിച്ചൊരു തീരുമാനമെടുക്കുക. ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം ചാനലിൽ തന്നെ ഷോർട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് മറ്റേതെങ്കിലും കാറ്റഗറിയിലാണ് ഷോർട്സ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ നിങ്ങൾ പുതിയതായിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഈ രണ്ട് കാറ്റഗറി കൂടെ മിക്സ് ചെയ്ത് ഒരു ചാനലിൽ ഇടാതിരിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മിക്സ്ഡ് ഓഡിയൻസ് ക്രിയേറ്റ് ആവുകയും അത് നിങ്ങളുടെ ചാനലിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. 3 ദിവസം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ ഇതുവരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.